ഉസ്താദ് ഫ്രീയിലേക്ക് സ്വാഗതം. ഉസ്താദ് ഫ്രീയിലേക്ക് സ്വാഗതം. മനുഷ്യനെ മനുഷ്യനെ ഇങ്ങനെ എന്താ ഉള്ള ഒന്നും ഉണ്ടാട്ട മുട്ടി ഇങ്ങനെ ഇരിക്കണത്? മനുഷ്യനെ ആ എന്താ മിന? എന്താ നിങ്ങളുടെ മുഖത്തൊരു ബൈക്ലഭ്യം, ഒരു ബല്ലായ്മ? ആ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണ പാർട്ടിക്ക് പോയില്ലായിരുന്നാ? പോയാർന്നോ? അതിനിപ്പോ എന്നാ കുഴപ്പം പറ്റിയത്? അല്ലടി, അന്നേരം നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ കൂടി ഇപ്പം നമ്മളൊരു അര ഗ്ലാസ് ബിയർ കുടിച്ചു. ആഹാ, അതിനിപ്പോ എന്നാ പറ്റിയേ? അല്ല, അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ നാളെ മരിച്ചിരെ ചെല്ലുമ്പോൾ നരകത്തിൽ അള്ള ഇട്ട് ചുട്ട് ബർത്ത് നമ്മളെ മമ്മാലി ചിക്കനാക്കോ എന്നോർത്തുള്ള വിഷമിച്ച് സങ്കടം വന്നിട്ട് ചങ്ക് നിറഞ്ഞിട്ട് പേടിയായിട്ട് വല്ലാടി പെണ്ണുപിള്ളേ. ഓ എൻ്റെ പൊന്നു മനുഷ്യനെ, നിങ്ങളെ കൊണ്ട് നമ്മൾ തോറ്റു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചങ്ക് പൊട്ടി കരിഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് ജീവിക്കണത്? അതിനുള്ള എല്ലാ പരിഹാരവും നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരും. ഇനിയിപ്പോൾ കള്ളു കുടിക്കൽ മാത്രമല്ല, കള്ളു കുടിക്കുകയോ പെണ്ണ് പിടിക്കുകയോ നാട്ടുകാരുടെ അടുത്ത് കക്കാനോ പിടിച്ചു പറിക്കാനോ എന്തിനു പോയാലും കൊള്ളാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏറ്റവും വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമായിട്ട് ഉമ്മാനും ബാപ്പാനും കാലയിലും കയ്യിലും വലിച്ചിട്ട് നിലത്തലയ്ക്കോ പട്ടിണിക്ക് കിടക്കോ എന്ത് ചെയ്താലും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഈ ഉസ്താദ് പറയണ കാര്യം മാത്രം ചെയ്താൽ മതി. അള്ളാഹ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ട് ഹൂറിമാരിങ്ങനെ നിങ്ങൾക്ക് ഇറക്കി തരും. നിങ്ങൾ കേട്ടു നോക്ക്, സമാധാനിച്ച് വെല്ലോ ജീരിച്ച് വെല്ലോ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കള്ളു കുടിച്ചു പോയിട്ടുണ്ടോ? വിഷമിക്കണ്ട. വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ? യാതൊരു ടെൻഷനും വേണ്ട. മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ടോ? വിഷമിക്കണ്ട. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുണ്ടോ? ഒരു വിഷമവും ടെൻഷനും വേണ്ട. അതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല. ഇത് മുഴുവനും പുറത്തു തരാൻ കഴിവുള്ള അല്ലാഹുവോട് യാ ഗഫൂർ യാ അല്ലാഹ് 33 പ്രാവശ്യം 5 നേരം നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി. ഇത് മുഴുവനും പുറത്തു തരാൻ കഴിവുള്ള അള്ളാഹുവിനോട് യാ ഗഫൂർ യാ അല്ലാഹ് 33 പ്രാവശ്യം 5 നേരം നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി. ഇത്രയുള്ള കാര്യം. നമ്മൾ വല്ലാണ്ട് പേടിച്ചു പോയി. ഇപ്പൊ സമാധാനായില്ലേ? ഇനി കൊണ്ടുവന്ന് വെച്ചേക്കണ പുഴുങ്ങി വെച്ചേക്കണ അൽഫാം മാറി തിന്ന് അൽഫാം എന്തില്ല എന്നും പറഞ്ഞ് ബെല്ലോടത്തും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.